മക്കളെ, എന്റെ മക്കളെ, കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക. എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ദാ ഇങ്ങനെ. എന്റെ മക്കളെ, എന്റെ മക്കളെ, എന്റെ മക്കളെ, പൊക്കിൽ കൊടിയുടെ വേരറുത്ത്, പൊക്കിൾ കൊടിയുടെ വേരറുത്ത് അവരെന്നെ തോൽപ്പിച്ചു. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇവിടെ അല്ല, അവിടെ. കണ്ണുനീർ കൊണ്ട് ഒന്നുകൂടി പറയൂ ഗേൾസ്. ഹലോ, കുടിക്കാനൊന്നുമില്ല, പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എന്ത് നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും. 555 വേണം. സാറിന്റെ ബ്രാൻഡ് അതാ. ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. വർഷം ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാ. കാറിലെ വരൂ, 555 വലിക്കൂ. എന്തൊക്കെയാ ബുജിയുടെ ഡിമാൻഡ്? ബജി ബജിയല്ല, ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല. ഒരു 500 രൂപ ഒന്ന് സഹായിക്കണം. കടമായിട്ട് മതി, തിരിച്ചു തന്നേക്കാം. രൂപ തരാം, പക്ഷേ തിരിച്ചു തരൂല്ലോ അല്ലേ? ആരും എന്റെ വാങ്ങിച്ചാ തിരിച്ചു തരാറില്ല, അതുകൊണ്ടാ. ഞങ്ങൾ തരും, ഉറപ്പാ. പ്രിൻസിപ്പാൾ ഫണ്ട് അനുവദിച്ചെന്നാ അപ്പ തരും. താങ്ക് യു. അതാവൾ. അങ്ങനെയല്ല, അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കൈ ചൂണ്ടണം. അതാവൾ, അന്യയാണവൾ, അബലയാണവൾ, പരിത്യക്തയാണവൾ, കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറി വീഴാൻ വിധിക്കപ്പെട്ട വീണ വഴിയിൽ അവൾക്കൊരു